അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, രാഹുലിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നുള്ള ഒരു പരാതിയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഡോക്ടർ ജി.വി. ഹരി ഇവിടെ ഉന്നയിച്ചത്. അദ്ദേഹം നിരന്തരം പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നു, പക്ഷേ അതിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല. മാത്രമല്ല, ഈ 7 ദൗത്യ സംഘങ്ങളെ അയക്കുന്നുണ്ടല്ലോ, അതിലൊരു ഇൻവിറ്റേഷൻ പോലും രാഹുലിന് നൽകിയില്ല എന്ന പരാതിയുമുണ്ട്. വാസ്തവത്തിൽ രാഹുലിന് ഇൻവിറ്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ്റെ സൈന്യാധിപതി അസീം മുനീറിന് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് പോലെയാണ്. കാരണം പാകിസ്ഥാൻ്റെ നാവായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ പറയുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സൈന്യത്തോട് തെളിവ് ചോദിച്ച ആളുകളായിരുന്നു അന്ന് ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സൈന്യ ഓപ്പറേഷനിൽ, ആർമിയുടെ ഓപ്പറേഷനിൽ സൈന്യത്തോട് തെളിവ് ചോദിച്ചു. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു സൈന്യത്തോട് തെളിവൊന്നും ചോദിക്കുന്നില്ല, കോൺഗ്രസ് ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന്. ചേടാ, കോൺഗ്രസ്സിലെ ശശി തരൂരടക്കമുള്ള പല ആളുകളും വളരെ മച്ചുവേർഡായിട്ട് ദേശീയതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ഒപ്പം രാജ്യസ്നേഹപരമായ സമീപനം സ്വീകരിക്കപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അദ്ദേഹം ആദ്യം ചോദിച്ചത് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. എത്ര വിമാനത്താവളങ്ങൾ തകർത്തു, എത്ര പാകിസ്ഥാൻ സൈനികരെ കൊന്നു, എത്ര പഹൽഗാമിലെ ഭീകരവാദികൾ ആക്രമിച്ച ഏതാണ്ട് 26 പേരുടെ പേരും വിവരവും എടുത്ത് അവരുടെ വീടുകളിൽ പോയി കാണുക. ഇതൊന്നുമല്ല, ഒരേ ഒരാളെ കണ്ടിട്ടുള്ളൂ. അതാരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ജനം ചാനലിലെ നമ്പ്യാർക്കറിയാം. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു, ഇതാണ് രാഹുൽ ഗാന്ധിക്ക് അറിയാനുള്ളത്. അപ്പം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞില്ല, എത്ര വിമാനം തകർന്നു എന്ന് പറഞ്ഞില്ല. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണം എന്താ? രാഹുൽ ഗാന്ധി പറയുന്നത്, ജയശങ്കർ പറഞ്ഞു പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇന്ത്യ വിവരം കൊടുത്തു. എന്തൊരു വിഡ്ഢിത്തര! എൻ്റെ പൊന്നു ഹരി, ഒന്നുകിൽ ഈ മനുഷ്യനെ നിങ്ങൾ നിലയ്ക്ക് നിർത്ത്, വല്ല കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പഠിപ്പിക്കേ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ഒന്നുകിൽ വിവരം വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, എത്ര കൃത്യമായിട്ടുള്ള നിലപാടാണ് ആർമി എടുത്തത്? ആർമി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, പാകിസ്ഥാൻ സൈനിക താവളത്തെയോ പാകിസ്ഥാൻ ആർമിയോ അല്ല ഞങ്ങൾ ആക്രമിക്കുന്നത്. വി ആർ ഗോയിങ് ടു ഫൈറ്റ് എഗൻസ്റ്റ് ദ ടെററിസ്റ്റുകളെയാണ്, ഭീകര കേന്ദ്രങ്ങളെയാണ്, ടെററിസ്റ്റ് സ്പോട്ടുകളെയാണ്. ഇത് വളരെ കൃത്യമാണ്. നമ്മൾ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല, നമ്മൾ സൈനികരെ ആക്രമിച്ചിട്ടില്ല. ഇതൊക്കെ എല്ലാ വാറിലും, എല്ലാ തരത്തിലുള്ള ഇത്തരം അക്രമങ്ങളിലും ഇതേപോലത്തെ പക്കാ യുദ്ധമല്ലാത്ത സമയത്ത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പ്രധാനപ്പെട്ട ഉദാഹരണം താങ്കളോട് സൂചിപ്പിക്കാം. 1987 ജൂൺ 4 ജാഫ്നയിലേക്ക്, ഒരുപക്ഷെ ഇതിലുള്ള പല ആളുകൾക്കും, ഒരു ബ്രിഗേഡറൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊക്കെ അറിയും, ജാഫ്നയിലേക്ക് ഇന്ത്യയുടെ മിലിറ്ററി പോയി. അതിന് പോകാനുള്ള കാരണം എന്താ? അതിന് കാരണം ശ്രീലങ്കയിലെ പ്രധാനപ്പെട്ട ചില നഗരങ്ങളെ മുഴുവനും, ജാഫ്ന മുഴുവനും വളഞ്ഞു. LTTEയുടെ ജാഫ്ന മുഴുവനും ശ്രീലങ്ക പട്ടാളം വളഞ്ഞു. എന്നിട്ട് അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ, ഭക്ഷണം പോലും കൊടുക്കാതെ, അവരെ എവിടെയും വിടാതെ അവരെ മുഴുവനും അങ്ങനെ വളഞ്ഞു. അങ്ങനെ വളഞ്ഞു നിൽക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലുള്ള ആളുകളാണ്, തമിഴ്നാട്ടിൽ വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ഇടപെടണം എന്ന് വന്നു. അങ്ങനെയാണ് ഓപ്പറേഷൻ പൂമാലൈ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ഓപ്പറേഷൻ പൂമാലൈ ഉണ്ടാവാനുള്ള കാരണം എന്താ? ജൂൺ 1 ബോട്ടിൽ പോയിരുന്നു നമ്മുടെ ആർമിയുടെ ആളുകൾ ഈ ജാഫ്നയിലേക്ക്. പക്ഷേ ശ്രീലങ്കയുടെ ആർമി വന്നിട്ട് നമ്മുടെ ആളുകളെ തടഞ്ഞു, അവിടേക്ക് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടിൽ കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ, വെള്ളം, മെഡിസിൻ ഇതൊക്കെ തിരിച്ചു വന്നു. അപ്പോഴാണ്
നമ്മുടെ ഗവൺമെൻറ്, അന്നത്തെ ഗവൺമെൻറ് ആരാ, ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി തീരുമാനമെടുത്തു ഓപ്പറേഷൻ പൂമാലൈ. ആ ഓപ്പറേഷൻ പൂമാലൈ അതായത് ജൂൺ മാസം 4-ാം തീയതി നടക്കുന്നതിൻ്റെ 5 മണിക്കാണത് നടക്കുന്നത്. 3 മണിക്ക് ഓപ്പറേഷൻ പൂമാലയുമായി ബന്ധപ്പെട്ട വിവരം ശ്രീലങ്കൻ സർക്കാരിന് കൊടുക്കുകയാണ്. ഞങ്ങൾ മരുന്നായി വരുന്നു, ഞങ്ങൾ വെള്ളമായി വരുന്നു, ഞങ്ങൾ ഭക്ഷണവുമായി വരുന്നു ജാഫ്നയിലെ തമിഴ്നാട്ടിലെ ആളുകൾക്ക്. ഞങ്ങളുടെ കൂടെ ഒരു മിറാഷ് ഫൈറ്റർ ഫ്ലൈറ്റ് ഉണ്ട്. ആ മിറാഷ് ഫൈറ്റർ ഫ്ലൈറ്റിൽ സൈന്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ തടഞ്ഞാൽ വെള്ളം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും ഭക്ഷണം കൊടുക്കുന്നതും ഞങ്ങളുടെ എയർഫോഴ്സ് വരുമ്പോൾ നിങ്ങൾ തടഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ ആ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും. ഇതേ മുന്നറിയിപ്പ് 3 മണിക്ക് കൊടുത്തു. അങ്ങനെയാണ് 5 മണിക്ക് പോകുന്നത്. 5 മണിക്ക് പോയി ഇതൊക്കെ കൊടുത്ത് ആർമി തിരിച്ചു വന്നു. ഇവിടെ സൈന്യ ഉദ്യോഗസ്ഥനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കൂ. ദാറ്റ് ഈസ് ഓപ്പറേഷൻ പൂമാലൈ. നേരിട്ടുള്ളൊരു യുദ്ധപ്രഖ്യാപനവും യുദ്ധവും നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ഒരു ഓപ്പറേഷനിൽ അങ്ങനെ അറിയിക്കും. അത് സ്വാഭാവികമായിട്ട് ഇത് ആർമി തന്നെ പറഞ്ഞല്ലോ. ആദ്യത്തെ 9 കേന്ദ്രങ്ങൾ 22 മിനിറ്റിനുള്ളിൽ ഇന്ത്യ തകർത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നമുക്കിനി ഒന്നുമില്ല. നമ്മളവരുടെ DGMോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചതല്ല, ഞങ്ങൾ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് ടെററിസ്റ്റ് കേന്ദ്രങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കണം. ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു, നമുക്ക് നിർത്താം. പക്ഷെ നിർത്തിയില്ല. കാരണം നിർത്താൻ പറ്റില്ല. ഇന്ന് ജയശങ്കർ പറഞ്ഞതുപോലെ അസീം മുനീർ എന്ന് പറയുന്ന തലതിരിഞ്ഞ ഭീകരവാദിയാണ്, മതഭീകരവാദിയാണ് അയാൾ. ഈ മതഭീകരവാദി അതിനൊക്കെ ഒരു കാരണമുണ്ട്. ഞാൻ 1, 2, 3 ഉദാഹരണങ്ങൾ കൂടി താങ്കളോട് സൂചിപ്പിക്കാം. ഈ മതഭീകരവാദിയുടെ ഏപ്രിൽ മാസം 16-ാം തീയതിയിലെ പ്രസംഗം എന്തായിരുന്നു? ആ പ്രസംഗം ജിന്ന പറഞ്ഞതുമായി ബന്ധപ്പെട്ട ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷനിൽ അന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സമയത്ത് ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷനിൽ ജിന്ന പറഞ്ഞിരുന്നു, അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് പോകില്ല. അവിടെ നിന്നാണ് ഡയറക്റ്റ് ആക്ഷൻ വരുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹേറ്റ്, ഇന്ത്യ ഹേറ്റിൽ നിന്നാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത്. ഈ പാകിസ്ഥാൻ്റെ പ്രത്യേകത എന്താ? 34 വർഷം ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയത് ഒരേ സമയത്താണെങ്കിലും 34 വർഷം പട്ടാളക്കാരാണ് ആ പാകിസ്ഥാനെ ഭരിച്ചത്. അതിനേക്കാൾ വലിയൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എവരി നാഷൻ ഹാസ് ആർമി, ബട്ട് ഓൺലി വൺ ആർമി ഹാസ് നാഷൻ. അതാണ് പാകിസ്ഥാൻ. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ആർമി ഉണ്ട്. എന്നാൽ ആർമിക്ക് ഒരു രാജ്യമുള്ളത് പാകിസ്ഥാനാണ്. അവിടെ ആർമിയാണ് തീരുമാനിക്കുന്നത്. എന്തു വേണം എന്ന് തീരുമാനിക്കുന്നത് ആർമിയാണ്. അടൽ ബിഹാരി വാജ്പേയി ബസ്സും കൊണ്ടുപോയി നല്ല ഊഷ്മളമായ ബന്ധമുണ്ടാക്കി. പക്ഷെ തൊട്ട് പിന്നാലെ കാർഗിൽ വന്നു. അടൽ ബിഹാരി വാജ്പേയി മാത്രമല്ല, അതിൻ്റെ മുന്നും അതിനുശേഷവും നരേന്ദ്രമോദി പോയി വിവാഹവുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിനുശേഷം വീണ്ടും ഭീകരാക്രമണം ഉണ്ടായി. കാരണം എന്താ? കാരണം പാകിസ്ഥാനിലെ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി, അവിടെ സോൾജിയേഴ്സ് ഫൗണ്ടേഷൻ, മിലിറ്ററി ഫൗണ്ടേഷൻ, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ, മിലിറ്ററി ഫൗണ്ടേഷനാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ 71% അവരുടെ കയ്യിലാണ്. അവർക്കാണ് മാർക്കറ്റിംഗ്, അവർക്കാണ് ഫാക്ടറി, അവരാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നിലനിർത്തുന്നത്. അവിടെ ഗവൺമെൻറ്റിന് ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് 3 മണിക്ക് DGMുമായിട്ട് ഉള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ ആ ഡിസ്കഷൻ നടന്ന് 5 മണിക്ക് വെടിനിർത്തുമെന്ന് പാകിസ്ഥാൻ ബന്ധപ്പെട്ട ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോഴും പാകിസ്ഥാൻ ആർമി ഡ്രോൺ അയച്ചുകൊണ്ടേയിരിക്കുക. കാരണം പാകിസ്ഥാൻ ആർമിക്ക് അത് ബാധകമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 71% സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് ഈ സോൾജിയേഴ്സ് ഫൗണ്ടേഷനാണ്, മിലിറ്ററി ഫൗണ്ടേഷനാണ്. അവരുടെ ദേശീയത, വാട്ട് ഈസ് ദ നാഷണാലിറ്റി ഓഫ് പാകിസ്ഥാൻ, ദ നാഷണലിസം ഓഫ് പാകിസ്ഥാൻ. വാട്ട് ഈസ് ദ നാഷണലിസം ഓഫ് പാകിസ്ഥാൻ? The nationalism of Pakistan is hatred. India hate. That is a nationalism. ഇന്ത്യക്ക് അതല്ല. പാകിസ്ഥാൻ തിയോളജിയാണ്, ഇന്ത്യക്ക് ഫിലോസഫിയാണ്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒരു കാരണവശാലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ജനതയെയോ അവരുടെ സൈനിക താവളത്തെയോ ഒന്നും ആക്രമിക്കാതെ വളരെ കൃത്യമായി ടെററിസ്റ്റുകളെ മാത്രം ആക്രമിച്ചു. ഇനി എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ടെററിസം നടപ്പാക്കുന്നത്? 65-ൽ 71-ൽ
48 ഇന്ത്യയുമായി അവർ ചെയ്ത എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ടു. ഒരു യുദ്ധത്തിൽ പോലും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ അവർ തീരുമാനിച്ചു ഇനിയിപ്പോൾ യുദ്ധം കൊണ്ട് നടക്കില്ല, ചെയ്യാവുന്ന ഏറ്റവും നല്ല എളുപ്പപ്പണി ഇതാണ്. ഇപ്രാവശ്യം അസീം മുനീർ തീരുമാനിച്ചത് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാമെന്നാണ്. ആ കലാപം ഒരു കാരണവശാലും ഉണ്ടാവാതെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് അടിച്ച് പരത്ത് പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എത്ര വിമാനം നഷ്ടപ്പെട്ടു, നിങ്ങൾ ആദ്യം ഇന്ന് കൊടുത്തില്ലേ? സൈന്യത്തിൻ്റെ മനോവീര്യം തകർക്കാൻ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ചെയ്തത്. ഏത് ഖാർഗെ പറയാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇവിടുത്തെ സൈന്യത്തിൻ്റെ ആൾ ഇപ്പം തന്നെ പറഞ്ഞല്ലോ 13 വിമാനത്താവളങ്ങളേ ഉള്ളൂ എന്ന് മാത്രമല്ല അവരുടെ ആണവ വാഹിനിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആണവ കേന്ദ്രത്തിൻ്റെ സിരാകേന്ദ്രം, ആണവ ശക്തിയാണ് ഞങ്ങളെന്ന് അഹങ്കരിക്കുന്ന പാകിസ്ഥാൻ്റെ ആ ആണവായുധത്തിൻ്റെ സിരാകേന്ദ്രത്തിൽ പോയി നമ്മൾ ആക്രമിച്ചു എന്ന് പറയാതെ വരികൾക്കിടയിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആ രീതിയിൽ പാകിസ്ഥാനെ നമ്മൾ വിറപ്പിച്ച്, പാകിസ്ഥാനെ നമ്മൾ തകർത്ത്, പാകിസ്ഥാനെ നമ്മൾ ഇല്ലാതാക്കി. അങ്ങനെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലാതെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തി, ഞാൻ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോഴും ചോദിക്കുക എത്ര വിമാനം തകർന്നു. ഞാനപ്പോൾ തിരിച്ചൊരു ചോദ്യം കോൺഗ്രസിൻ്റെ നേതാവിനോട് ചോദിക്കാൻ പോവാം. അതിന് ഉത്തരം കോൺഗ്രസിൻ്റെ നേതാവ് ഹരി പറയണം. എൻ്റെ സുഹൃത്താണ്. 1971 എത്ര ടാങ്ക് നഷ്ടപ്പെട്ടു, 1971 എത്ര വിമാനം നഷ്ടപ്പെട്ടു, 1971 72-71 യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാൻ പിടിച്ചെടുത്തു 43 പേര്. എന്തേ 99,000 പട്ടാളക്കാരെ പാകിസ്ഥാൻ പട്ടാളക്കാരെ തിരിച്ചു കൊടുത്തില്ലേ? ഈ 43 പേര് ആ പാകിസ്ഥാന്റെ തടവറയിൽ പുഴുവരിച്ചാണ് മരിച്ചത്. എന്തേ തിരിച്ചു മേടിച്ചില്ല? എന്താ തിരിച്ചു ചോദിച്ചില്ല? നിങ്ങൾ ആദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിക്ക് 65 യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു, 48 യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു, എത്ര ഭൂമിയാണ് പാകിസ്ഥാന്റെ കയ്യിലേക്ക് കൊടുത്തത്? 48 കൊടുത്തില്ലേ? 71 കൊടുത്തില്ലേ? നിങ്ങൾ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ഇന്ത്യ തകർക്കുന്ന, ഇന്ത്യ ഹേറ്റ്രഡ് ആ നാഷണലിസം ആക്കിയിട്ടുള്ള പാകിസ്ഥാന് ദ മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന പദവി കൊടുത്തില്ലേ കോൺഗ്രസ്? എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് ചോദിക്കുകയാണ് എത്ര വിമാനം പോയി, എത്ര ആളുകൾ പോയി, എങ്ങനെ ഇതൊരു യുദ്ധമാണോ? ഇത്രയും കാലം പറഞ്ഞിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് എന്ന ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യദ്രോഹത്തിൻ്റെ പ്രസ്ഥാനമായി, പാകിസ്ഥാൻ്റെ നാവായി, പാകിസ്ഥാൻ്റെ സമീപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ളതും കൂടി ഇല്ലാതാവാൻ പോവാണ് ഇന്ത്യയിൽ. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സാമാന്യ ബോധം ശശി തരൂരിനെ പോലുള്ള ആളുകൾക്കുണ്ട്. അദ്ദേഹത്തെ പോലും അംഗീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 59 പേര് പോയില്ലേ? കുറെ കോൺഗ്രസ്സുകാർ പോയിട്ടില്ലേ? നിങ്ങൾക്ക് എത്ര വിമാനം തകർക്കപ്പെട്ടു എന്ന് ഈ രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ നാളെ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധികളോട് അവർ ചോദിക്കില്ലേ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എത്ര വിമാനം തകർന്നു പോയി എന്ന് ചോദിച്ചു? അതിനാദ്യം നിങ്ങൾ ഉത്തരം പറ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പറയാൻ പറയില്ലേ? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ആളുകൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ വിമാനം പോയി എന്ന് പറയുമോ? പറഞ്ഞയച്ചിരിക്കുന്നത് എന്തിനാ? അപ്പം രാഹുൽ ഗാന്ധിയോട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് രാജ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പറ, ആർമിയെ ഒന്ന് ബഹുമാനിക്കാൻ പറ, പാകിസ്ഥാൻ്റെ നാവാവാതെ ഈ ഇന്ത്യക്ക് വേണ്ടി പറയാൻ ഒന്ന് പറയാ. നിങ്ങൾ കോൺഗ്രസ്സുകാരെ നേരത്തെ ഞാൻ എന്തോ കേട്ടു, കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി നിന്നവരല്ലേ? ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നവരെ എല്ലാ കാലത്തും ഇന്ത്യക്ക് നിൽക്കണം. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കോൺഗ്രസ് അല്ല ഇത്. ഇന്ത്യയുടെ ഭൂമി വിറ്റവര്, ഇന്ത്യയുടെ ഭടനായകന്മാരെ എതിരാളികൾക്ക് കൊടുത്തവര്, ഇന്ത്യ തകർത്തവര്, അവരുടെ പര്യായമായി അവസാനം കോൺഗ്രസ് മാറുന്നു എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ സമീപനങ്ങളും. അതുകൊണ്ട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ സൗകര്യമില്ല എന്നങ്ങോട്ട് തീരുമാനിച്ചോട്ടെ.